ഗൈസ് ഗുഡ് മോർണിംഗ്. പറഞ്ഞേ ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഹൈസുമോളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഗൈസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഹൈസോൻ്റെ ഇന്ന് ബർത്ത്ഡേ ആണ്, October 31st. അപ്പോൾ ചെറിയ സെലിബ്രേഷൻ ഉണ്ട്, വലുതായിട്ടില്ല. അവൾക്ക് 2 വയസ്സ് തികയാന്ന്. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമോൺ. ബന്ധം ആ ഉരുളിയായിട്ട് നടന്നു വരുന്ന ആളെ കണ്ടോ? അതാണ് എൻ്റെ അമ്മായിയമ്മ. ഹൈസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ പായസത്തിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞ് ഉരുളി എടുത്ത് വരുന്ന വരവാണ് നിങ്ങളീ കാണുന്നത്. ആൾക്ക് വീഡിയോ ഇത്തിരി ഷൈയുള്ള ടൈപ്പാട്ടോ. ഞങ്ങൾ പല്ല് തെക്കാൻ പോവാണ്. എന്ത് തെക്കാൻ പോവാ? പല്ല് തെക്കാൻ പോവാണ്. പായസത്തിൽ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പരിപ്പായതുകൊണ്ട് തന്നെ പരിപ്പ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇച്ചിരി പണിയെടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ കഴുകി വാരി ഉള്ളിലിട്ട് വറുക്കുന്ന കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നിട്ട് വേണം അടുത്ത പരിപാടി സെറ്റ് ചെയ്യാൻ. ഉച്ചയ്ക്ക് ലഞ്ച് ചിക്കൻ ബിരിയാണി ആയിട്ട് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനും അതിൻ്റെ മസാലയൊക്കെ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ സെറ്റാക്കി വെച്ചിട്ടോ. ഇല്ല എന്ത് ചെയ്യാണ് ഐസു? അപ്പം അപ്പം ചൂടാൻ പോവാണോ? അമ്പോ, അറിയാമോ? ആവോ ഗൈസ്, അപ്പം ഐസ് അപ്പം ചൂടാണ്. വാവ് അല്ലേ? അപ്പം ഉണ്ടാക്കിയില്ലേ നമ്മള്? പറ, അപ്പം ഉണ്ടാക്കിയെന്ന് പറ. അപ്പം ഉണ്ടാക്കി. ഇനി ഞങ്ങൾ എന്താണ്, അപ്പവും തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാൻ പോവാണ് അല്ലേ? അങ്ങനെ എന്താണ് എന്തമ്മ പായസം. ഉമ്മയുടെ മോൻ കാണിക്കും. ഭയങ്കര ഷൈ ആണ്, അതുകൊണ്ട് മോൻ കാണിക്കുന്നില്ല. ഉമ്മ മീൻസ് മൈ അമ്മായിയമ്മ കാണിക്കുന്നില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഞാനിവിടെ കണ്ടോ ഗൈസ്, പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപ്പാണെന്ന് ഹൈസുവിൻ്റെ ബർത്ത്ഡേയുടെ സ്പെഷ്യൽ. അതിരാവിലെ ഞാൻ എണീച്ച് 5 തേങ്ങ അല്ലേ, 11 തേങ്ങയാണ് ഞാനിത് ചിരണ്ടിയത്. എന്നെ സമ്മതിക്കാം. അവളുടെ വെറുത്തിറക്കി ഇരുന്ന് പായസം ഇളക്ക ആരുമില്ല ഒന്ന് ഇളക്കി തരാം അല്ലേ? ഒന്ന് ഇളക്ക്, നല്ലോണം ഇളക്ക്. എന്തോ തന്നെ ഉള്ളു ഇളക്കാനായിട്ട്. എന്തോന്നത്? എന്തോന്നാ ഇളക്കണ? പായസം ഇളക്കിക്കൊണ്ടിരിക്കാം. ചൂട് തൊടൂല. അമ്മയുടെ ഹെൽപ്പേഴ്സായിരുന്നു ഞാനും ബാപ്പയും. 1-ാം പാൽ ഒഴിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഹൈസൻ ഭയങ്കര എക്സൈറ്റഡ്. അത് പിടിക്കാനൊക്കെ പോകാറുണ്ട് കേട്ടോ. ഒരു കണക്കിന് ഞാൻ പിടിച്ചടുക്കി വെച്ചിരിക്കുന്ന ആളെ ക്യാമറയുടെ ബാക്കിൽ. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഹൈസിനെ ഉറക്കുക എന്നുള്ളതായിരുന്നു. ആൾക്ക് ഉറങ്ങാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോൾ ആൾക്ക് കൂടെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കണം. ഉറങ്ങിയില്ലെങ്കിൽ കേക്ക് കട്ടിങ് ടൈം ആകുമ്പോൾ ആളെ ഇടയുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ ഹൈസ് ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി ആ സ്പോട്ടിൽ തന്നെ ഞാൻ അവിടെ നിന്ന് മുങ്ങിട്ടോ. എന്തിനാണ്? ബിരിയാണി വെക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് അരി ഞാൻ ഇട്ടു കേട്ടോ. ഇതിന് ശേഷമുള്ള ബിരിയാണി വെക്കണ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ സാഹചര്യം ഒന്നും സമ്മതിച്ചില്ല. കാരണം കേക്ക് വാങ്ങണം, അങ്ങനെ കുറേ ഓട്ടത്തിന് പുറകിലായിരുന്നു കേട്ടോ ഞാൻ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററും, അതായത് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫും എൻ്റെ ബ്രദറും ഒക്കെ വന്നിട്ടോ. ചെറിയ രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. ചെറിയ രീതിയിൽ, അതായത് 2 പേരും അവിടെ എവിടെയും കുത്തിവെക്കും. ഫസ്റ്റ് ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ടോ എല്ലാവരെയും വിളിച്ച് നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ഇത് സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആർഭാടമായിട്ട് നടത്താനായിട്ട്. അതുകൊണ്ട് ലഘുകരമായിട്ടുള്ള സെലിബ്രേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അത് ഒപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവർ നോക്കുന്നത് കേട്ടോ. ഞങ്ങളീ പോകുന്നത് കേക്ക് കളക്ട് ചെയ്യാനാട്ടോ, ക്വാളിറ്റി ബേക്കേഴ്സ് മില്ലുപടി. അപ്പോൾ അവിടെയാണ് കേക്ക് ഏൽപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഹൈസ് ഭയങ്കര ബഹളം വന്നാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹൈസിനെയും കൂട്ടി പോവുക കളക്ട് ചെയ്യാൻ. ഹൈസിൻ്റെ ഷർട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഹസ്ബൻഡിൻ്റെ വാപ്പ സ്റ്റിച്ച് ചെയ്താട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കളക്ട് ചെയ്ത് വീട്ടിലെത്തിയിട്ടോ തിരിച്ച്. ഇത്രയൊക്കെ ആൾക്കാരുണ്ടായിട്ടും എൻ്റെ ഹസ്ബൻഡ് എവിടെ നിന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ആളിവിടെ ഇല്ല കേട്ടോ. ആൾ അബ്രോഡിലാണ്, വർക്കിലാണ്. ആൾക്ക് ലീവ് കിട്ടിയില്ല. ഹൈസിൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഭയങ്കര സിമ്പിളാട്ടോ. സിമ്പിൾ ബിക്കോസ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഭയങ്കര ഗ്രാൻഡായിട്ട് ഗൗൺ ഇട്ടിട്ടുണ്ടായുള്ളൂ. 12,000 കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് ഒറ്റ തവണ അവൾ ഇട്ടിട്ടുള്ളൂ. അവൾക്ക് ഇഷ്ടമല്ലത്. സോ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ടുള്ള ഉടുപ്പായിരിക്കും വാങ്ങേണ്ടത്.
അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു കേട്ടോ. കേക്ക് ഞാൻ വിചാരിച്ചാലും സൈസ് കുറച്ച് കുറഞ്ഞു പോയി, പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. വെറുതെ അല്ല ക്വാളിറ്റി ബേക്കേഴ്സിന് ക്വാളിറ്റി എന്ന് പേരിട്ടത്, അടിപൊളിയാട്ടോ. അങ്ങനെ അതിനുശേഷം ഹൈസൂന് ഇട്ട് ചില ഗിഫ്റ്റ് ആട്ടോ അതൊക്കെ ഇട്ട് കളിക്കലായിരുന്നു ഞാൻ. ഗിത്താറ്, പാവ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടിയത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണിയിലോട്ട് കടന്നിട്ടോ. നല്ല ചൂട് ബിരിയാണിയും കച്ചമ്പറും എല്ലാം കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒപ്പം അത് കഴിഞ്ഞ് പായസവും കിറങ്ങിപ്പോയി. ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു സെലിബ്രേഷൻസ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അങ്ങനെ നല്ല ബിരിയാണിക്ക് ശേഷം ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പോഴത്തെ ഫേസ് കിടന്ന് ഉറങ്ങാണ് രാത്രി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. ആൻഡ് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കമുണ്ട്. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ബൈ ബൈ.